വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-ാം തിരുവചനം. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. പ്രിയമുള്ളവരെ, നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നാം കണ്ണോടിച്ച് നോക്കുമ്പോൾ ഇരുട്ടിൽ ജീവിക്കുന്ന, അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇരുട്ടിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പാപങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അന്ധകാരത്തിൽ, ഇരുട്ടിൽ ജീവിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോയി. ഇനി മുമ്പോട്ട് എങ്ങനെ ജീവിക്കുമെന്നുള്ള ആ ഒരു വലിയ ചിന്തയോടുകൂടി, ഭയത്തോടുകൂടി, പേടിയോടുകൂടിയൊക്കെ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, എന്തൊക്കെ കാരണം ജീവിതത്തിലുണ്ടായാലും, എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടായാലും, എന്ത് കാരണമാണോ എന്നെ അന്ധകാരത്തിൽ അല്ലെങ്കിൽ ഇരുട്ടിൽ സഞ്ചരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, അതിനെല്ലാം പ്രതിവിധിയായിട്ടാണ് കർത്താവായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശമെന്ന് യേശു പറഞ്ഞു. എല്ലാ അന്ധകാരങ്ങളെയും, എല്ലാ ഇരുട്ടിനെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്നുമൊക്കെ മാറ്റിക്കളയാനായിട്ടുള്ള ആ ഒരു ശക്തി ഈശോയിൽ നിന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുക. എല്ലാ അന്ധകാരവും, എല്ലാ ഇരുട്ടും നമ്മുടെ ഹൃദയത്തിലുള്ള, നമ്മുടെ ജീവിതത്തിലുള്ള ബുദ്ധികളിലും ചിന്തയുടെ മേഖലകളിലുമുള്ള എല്ലാ ഇരുട്ടിനെയും, എല്ലാ അന്ധകാരങ്ങളെയും ഈശോ യാകുന്ന വെളിച്ചം മാറ്റിക്കളയട്ടെ. വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് എല്ലാ ഇരുട്ടിനെയും മാറ്റി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന വ്യക്തികളായിട്ട് മാറുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഈശോ നമ്മളിലുള്ള എല്ലാ അന്ധകാരത്തെയും മാറ്റി പ്രകാശമാക്കി മാറ്റട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ.